നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും നമ്മളെ വേട്ടയാടുമ്പോൾ, കഠിനാധ്വാനം ചെയ്തിട്ടും ഭാഗ്യം നമ്മളെ മാത്രം തുണയ്ക്കുന്നില്ല എന്ന് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, എന്നാൽ ഈ വീഡിയോ കേൾക്കുന്ന അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് നാളത്തെ ദിവസത്തിൻ്റെ ഗ്രഹവിന്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനാണ് കാരണമാകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നാളെ 2026 ജൂൺ മാസം 30 ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ ജ്യോതിഷ ഫലങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നാളെ 2 നക്ഷത്രങ്ങളുടെ മാറ്റം നടക്കുന്ന ഒരു സവിശേഷമായ ദിവസമാണ്. അതായത് നാളെ പുലർച്ചെ 4:04 വരെ ആയിരിക്കും മൂലം നക്ഷത്രം ഉള്ളത്. അതിനുശേഷം നാളത്തെ പകൽ സമയം മുഴുവൻ ഭരിക്കുന്നത് പൂരാടം നക്ഷത്രമായിരിക്കും. അപ്പോൾ നമ്മൾ പൂരാടം നക്ഷത്രത്തിൻ്റെ അധീനതയിലായിരിക്കും. അപ്പോൾ ഈ നക്ഷത്ര മാറ്റവും പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ സവിശേഷമായ വിന്യാസവും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ ധനലാഭം നൽകുന്നതായ ഒരു ദിവസവുമായിരിക്കും. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് നാളെ ഭാഗ്യം തെളിയുന്നത്, ഏതൊക്കെ മേഖലയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യമാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാളത്തെ ആകാശഗ്രഹങ്ങളുടെ കൃത്യമായ വിന്യാസത്തിലൂടെ തുടക്കം കുറിക്കാം. അപ്പോൾ നാളെ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ധനുരാശിയിലാണ്. അപ്പോൾ പുലർച്ചെ കേതുവിൻ്റെ നക്ഷത്രമായ മൂലത്തിൽ നിന്നും ശുക്രൻ്റെ നക്ഷത്രമായ പൂരാടത്തിലേക്കായിരിക്കും ചന്ദ്രൻ പ്രവേശിക്കുന്നത്. അപ്പോൾ നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. അപ്പോൾ നാളെ ഈ രാശിയുടെ നാഥനായ വ്യാഴം, അതായത് ദേവഗുരു വ്യാഴം മിഥുന രാശിയിൽ സൂര്യനോടൊപ്പം നിൽക്കുമ്പോൾ കുജൻ അഥവാ നമ്മൾ ചൊവ്വ എന്ന് പറയുന്ന ചൊവ്വ സ്വന്തം ഭാവമായ മേടത്തിൽ അതിശക്തനായിട്ട് ജ്വലിച്ച് നിൽക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ കേതുവിൻ്റെ ജ്ഞാനവും അതേപോലെ ശുക്രൻ്റെ ഐശ്വര്യവും ചൊവ്വയുടെ വീര്യവും ഒത്തുചേർന്ന ഒരു അപൂർവ ദിവസമാണ്. പ്രത്യേകിച്ച് നാളെ ചൊവ്വാഴ്ച കൂടിയാണ്. അപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹിച്ച ഫലം പെട്ടെന്ന് നൽകാൻ ഈ ഗ്രഹവിന്യാസത്തിൻ്റെ ഒരു ഗ്രഹവിന്യാസം നിമിത്തം നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്കും സാമ്പത്തിക തടസ്സങ്ങൾ നിലവിൽ നേരിടുന്നവർക്കും പ്രപഞ്ചം അനുകൂലമായ ഊർജത്തെ ആയിരിക്കും നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നത്. എന്നാൽ ചൊവ്വയുടെ അമിത പ്രഭാവം നാളെ ഉള്ളതിനാൽ തന്നെ മനസ്സിൽ അനാവശ്യമായ ധൃതി, അതായത് ഏത് കാര്യവും വളരെ പെട്ടെന്ന് ചെയ്യാം, അറിയാത്ത കാര്യമാണെങ്കിലും പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന ഒരു തോന്നൽ വരും. അതിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. പിന്നെ അല്പം ദേഷ്യം വരാനൊക്കെയുള്ള സാഹചര്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. ഈ സവിശേഷമായ ഗ്രഹവിന്യാസത്തിൻ്റെ ഫലമായി നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ പൂരാടമാണ്. അതായത് നാളത്തെ പകൽ ഭരിക്കുന്നത് പൂരാട നക്ഷത്രക്കാർക്ക് അനുകൂലമായ ദിവസം അല്ലെങ്കിൽ നക്ഷത്രത്തിൽ തന്നെയാണ്. അതിനാൽ തന്നെ പൂരാട നക്ഷത്രക്കാർക്ക് നാളെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെ തടസ്സമില്ലാതെ നടത്തിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതേണ്ടതാണ്. കൂടാതെ സാമ്പത്തികമായി വലിയൊരു വഴിത്തിരിവ് കൂടി നിങ്ങളിലേക്ക് വന്നെത്തുന്ന ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ശുഭകരമായ ഫലവും നിങ്ങൾക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് ഭരണിയാണ്. ശുക്രൻ്റെ തന്നെ മറ്റൊരു നക്ഷത്രമാകുന്നു ഭരണി. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ധനലാഭത്തിൻ്റെ ദിവസമായിരിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ധനപരമായ നേട്ടം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. കൂടാതെ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിൽ അതിൽ പുതിയ കരാറുകളിൽ നാളെ ഏർപ്പെടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നാളെ വളരെയധികം അനുകൂലമായ ദിവസമാണ്. സാമ്പത്തികമായ ഒരു മാറ്റമൊക്കെ ഉണ്ടാകും. അതിനാൽ തന്നെ അപ്രതീക്ഷിത ധന യോഗം കാണുന്നുണ്ട്. അപ്പോൾ ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണത്തിന് വളരെയേറെ അനുയോജ്യമായ അല്ലെങ്കിൽ ഉത്തമമായ ദിവസം കൂടിയായിരിക്കും. ഇനി മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് കേതുവിൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ്. അതായത് മകൻ നക്ഷത്രം. മകൻ നക്ഷത്രക്കാർക്കും നാളെ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴും വലിയൊരു മുന്നേറ്റത്തിൻ്റെ ദിവസമായിരിക്കും. ജോലിസ്ഥലത്താണെങ്കിലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകളായി കേൾക്കാൻ കാത്തിരുന്ന ചില അനുകൂല തീരുമാനങ്ങൾ വരെ നിങ്ങളെ തേടിയെത്തുന്ന വളരെ ഭാഗ്യം അനുകൂലമാകുന്ന ഒരു ദിവസം തന്നെയാണ് നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്നത്. അടുത്ത നാലാമത്തെ നക്ഷത്രമായി വരുന്നത് തിരുവോണമാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന വലിയൊരു ആഗ്രഹം നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അത് എന്തുകൊണ്ടെന്നാൽ ദൈവാധീനമുണ്ട്.
അതിലുപരിയായിട്ട് ഗ്രഹങ്ങളുടെ ഒരു ആനുകൂല്യം കൂടി നാളത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു മനസ്സോടുകൂടി വേണം ഇറങ്ങിത്തിരിക്കാൻ. ഏത് കാര്യങ്ങൾക്കും ഒരു ശങ്കയോടുകൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് എനിക്കത് കിട്ടുമോ കിട്ടില്ലേ, അല്ലെങ്കിൽ കിട്ടില്ല എന്ന ചിന്തയോടുകൂടിയാണ് പോകുന്നതെങ്കിൽ ഒരു ഭാഗ്യം നമുക്ക് കൂടുതലായി അനുഭവത്തിൽ വരില്ല എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഭാഗ്യനക്ഷത്രക്കാർക്ക് പ്രധാനമായും നാളത്തെ ദിവസം 3 മേഖലകളിൽ നിന്നായിരിക്കും വലിയ ഭാഗ്യാനുഭവങ്ങൾ വരാനായി പോകുന്നത്. അതായത് ശുക്രൻ്റെ പൂരാടം നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ നക്ഷത്രമായതിനാൽ തന്നെ ശക്തമായ പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്താനും കുടുങ്ങിക്കിടന്നതായ പണം, അതായത് കിട്ടാതിരിക്കുന്നത്, സാലറി ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുന്നതാകാം, അല്ലെങ്കിൽ പെൻഷനാകാം, അങ്ങനെ പല എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ, ലോണാകാം. അപ്പോൾ ഇതൊക്കെ ഒരുപാട് നാളുകളായി തടസ്സപ്പെട്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടാൻ യോഗ്യതയില്ല, അല്ലെങ്കിൽ നിങ്ങളതിന് അർഹരല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തള്ളി നിർത്തിയിരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നാളത്തെ ദിവസം അത് അനുകൂലമായി വരാനുള്ള, കാരണം പണപരമായി ധനപരമായി നമുക്കൊരു ഭാഗ്യം പൂരാട നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അപ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ഈ പറഞ്ഞ 4 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യമുണ്ടാകും. ഇനി ചൊവ്വയുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. ചൊവ്വ ദിവസം കൂടിയാണ്. അതിനാൽ തന്നെ ഉള്ള സ്ഥലം, അതായത് നമുക്കിപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലാഭത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടത്താൻ നാളത്തെ ദിവസം സാധിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള, അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം ആ ഒരു വസ്തു, ആ ഒരു പ്രോപ്പർട്ടി കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതായത് ഇതുവരെ ആ ഒരു വസ്തു വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നതാണെങ്കിൽ തടസ്സങ്ങൾ മാറി നാളെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകും. അതേപോലെ ക്രിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകും, സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടാകും, മീഡിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അംഗീകാരം വരുന്ന ദിവസമാണ്. അപ്പോൾ മുൻപേ പറഞ്ഞ 4 നക്ഷത്രക്കാരിൽ നിങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്നായിരിക്കും നാളത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം, നേട്ടങ്ങൾ ഒക്കെ വരിക എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഭാഗ്യകാലം എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില നെഗറ്റീവ് വശങ്ങൾ കൂടിയുണ്ട്. അതായത് നാളത്തെ ദിവസം നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഭാഗ്യം അനുകൂലമാണെങ്കിൽ പോലും ചെറിയ ചില തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നാൽ ആ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം പൂർണ്ണമായി നമുക്ക് അനുഭവയോഗ്യമല്ലാതെ പോകും. അതിനാൽ തന്നെ നാളത്തെ ദിവസം കൃത്യമായി രാഹുകാലം വരുന്നത്, അതായത് നാളത്തെ ദിവസം 3 മണി കഴിഞ്ഞ് 34 മിനിറ്റ് മുതൽ 5 മണി കഴിഞ്ഞ് 8 മിനിറ്റിനകമുള്ള ഒരു സമയത്ത് പുതിയ ഒരു ശുഭകരമായ ഇടപാടുകളോ ശുഭകരമായ ഒരു കാര്യങ്ങൾക്കോ നാളത്തെ ദിവസം നിങ്ങൾ വിനിയോഗിക്കരുത്. ചൊവ്വാഴ്ചയായതിനാലും ഈ ചൊവ്വ ശക്തനായതിനാലും പെട്ടെന്ന് ദേഷ്യം വരാനുള്ള, ഒരു തീ പിടിച്ച് പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും നല്ല തമാശയായിട്ട് കൂളായിട്ടിരുന്ന് കാര്യം പറഞ്ഞാലും പെട്ടെന്ന് ഒരു അഗ്രസീവ് ആകാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. കുടുംബത്തിലോ ജോലിസ്ഥലത്തോ അനാവശ്യ ഈഗോ ക്ലാഷൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് നാളത്തെ ദിവസം തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ഈ ദോഷങ്ങളൊക്കെ മാറി പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കാനായിട്ട് രാവിലെ കുളിച്ചു കഴിഞ്ഞതിനൊക്കെ ശേഷം വൃത്തിയായി ശുദ്ധിയായതിനു ശേഷം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെയോ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ നിങ്ങളുടെ പേര് നക്ഷത്രവും പറഞ്ഞൊരു അർച്ചന കഴിപ്പിക്കുന്നത്, നെയ്വിളക്ക് തെളിയിക്കുന്നത്, ഇതൊക്കെ ചൊവ്വ എന്ന ഗ്രഹം നിമിത്തം ഉണ്ടാകുന്ന ദോഷങ്ങൾ മാറാനും തടസ്സങ്ങളെ പൂർണ്ണമായി മാറാനും, പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ നമ്മളുടെ കയ്യിൽ നിന്നുണ്ടാകുന്നതായ തടസ്സങ്ങളോ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ വിന്യാസം കൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അതൊക്കെ പൂർണ്ണമായി മാറുന്നതിന് നിങ്ങൾക്ക് വളരെയേറെ കരുതലായും കാവലായും ഇതൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ നാളത്തെ ദിവസം ഭാഗ്യാനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ചും അവർ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.